ഹലോ മക്കളെ, നാളെ പ്ലസ് ടുകാർക്ക് ജോഗ്രഫി എക്സാം ആണല്ലോ. അപ്പോൾ ജോഗ്രഫി പഠിക്കുന്ന കുട്ടികൾക്ക് നാളത്തെ എക്സാം അടിപൊളിയായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ടോട്ടൽ ഓണം എക്സാമിന് മൊത്തം 7 ചാപ്റ്ററുകളുണ്ട്. ഈ 7 ചാപ്റ്ററുകളിൽ നിന്ന് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹ്യൂമൻ ജോഗ്രഫി നാച്ചർ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഇതിവിടെ നിങ്ങൾ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ കാണാൻ കഴിയും. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന്, നിയോ ഡിറ്റർമിനിസം. ഓക്കെ അല്ലേ? അതായത് നിയതവാദം എന്ന് പറയുന്ന ഗ്രിഫിത്ത് ടൈലർ കൊണ്ടുവന്ന നിയോ ഡിറ്റർമിനിസം ഒരുപാട് പ്രാവശ്യം ചോദിച്ചത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും നാളത്തെ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഹ്യൂമൻ ജോഗ്രഫിക്ക് കുറേ എന്തുണ്ട്? സബ് ഫീൽഡുകളുണ്ട്, ഉപവിഭാഗങ്ങളുണ്ട്. ഈ ഉപവിഭാഗങ്ങളിൽ സോഷ്യൽ ജോഗ്രഫി ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് ജോഗ്രഫി ഉണ്ട്. ഈ എക്കണോമിക് ജോഗ്രഫിയുടെയും സോഷ്യൽ ജോഗ്രഫിയുടെയും ഒക്കെ സബ് ഫീൽഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അതിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ഒരു 2 മാർക്കിന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിവിടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് 2 കാര്യങ്ങൾ. ഒന്ന് നിയോ ഡിറ്റർമിനിസവും അതുപോലെ തന്നെ സബ് ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫിയും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 2ാം ചാപ്റ്ററിലേക്ക് പോകുമ്പം 2ാം ചാപ്റ്റർ എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററാണ്? ദ വേൾഡ് പോപ്പുലേഷൻ അല്ലേ? വേൾഡ് പോപ്പുലേഷൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്? അതിൻ്റെ വേൾഡ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഈ പറയുന്ന അതിൻ്റെ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഗ്രോത്ത്, അതുപോലെ തന്നെ പോപ്പുലേഷൻ കമ്പോസിഷനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2nd ചാപ്റ്ററിൽ പഠിക്കുന്നത്, വേൾഡ് പോപ്പുലേഷൻ. സോ അവിടെ നിങ്ങൾ എസ്സേക്ക് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇത്, ഈ പറയുന്ന പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കുറേ ഉണ്ട് അല്ലേ? ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ പറയുന്ന ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട്. ഓക്കെ അല്ലേ? കാലാവസ്ഥയും മണ്ണും ജലലഭ്യതയും വാട്ടർ അവൈലബിലിറ്റിയും അതുപോലെ ക്ലൈമറ്റും സോയിലൊക്കെ എന്തിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്? പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. അതെന്ത് ഫാക്ടേഴ്സാണ്? ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണിത്. നിർബന്ധമായിട്ടൊരു കുട്ടി എന്ത് ചെയ്യണം? എക്സാമിന് പോകുന്നൊരു കുട്ടി അത് പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട, ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് എന്തെന്നറിയോ? ക്രൂഡ് ബർത്ത് റേറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന ക്രൂഡ് ഡെത്ത് റേറ്റും. അതായത് ജനന നിരക്കും മരണനിരക്കും എന്ത് ചെയ്യാറുണ്ട്? സാധാരണ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അതും സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. നെക്സ്റ്റ്, മൈഗ്രേഷനിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഈ പുഷ് ഫാക്ടേഴ്സും ഉണ്ട്, പുൾ ഫാക്ടേഴ്സും ഉണ്ട്. മൈഗ്രേഷന്, കുടിയേറ്റത്തിന് കാരണമായ ആകർഷക ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതുപോലെ തന്നെ നിർബന്ധിത ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറിയാണ് എന്തെന്നറിയോ? ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി. അതായത് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. ഓക്കെ ആണല്ലോ? അതിനും എന്തുണ്ട്? അതിൻ്റെ സ്റ്റേജുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടുന്ന് എന്തിന് ചാൻസ് ഉണ്ട്? ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2nd ചാപ്റ്റർ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്, ഒന്ന്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിന് എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ CBRും CDRും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മൈഗ്രേഷൻ, അതുപോലെ തന്നെ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി എന്താണെന്നും അതിൻ്റെ ആ ഒരു 3 ഫേസസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇതാണ് 2nd ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 4th ചാപ്റ്ററിലേക്ക് പോകണം. ഓക്കെ അല്ലേ? 4th ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മാനവ വികസനം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടുന്നും ഷോർട്ട് എസ്സേക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്താണ്? പഠിപ്പിച്ചതാണ് ഈ പറയുന്ന സംഭവങ്ങൾ. അതായത് എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 4 പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അതായത് മാനവ വികസനത്തിൻ്റെ 4 തൂണുകൾ. ഏതൊക്കെയായിരുന്നു 4 തൂണുകൾ? ഒന്ന് ഇക്വിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, എംപവർമെൻറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു 4 എന്താണ് തൂണുകൾ, മാനവ വികസനത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ 4 പില്ലേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണെന്ന് അറിയോ? അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. മാനവ വികസനത്തിൻ്റെ സമീപനങ്ങൾ എത്രണ്ണുണ്ട്? 4 ഏതൊക്കെയായിരുന്നു മാനവ വികസനത്തിൻ്റെ വിവിധ സമീപനങ്ങൾ? ഒന്ന്, ഇൻകം അപ്രോച്ച്,
വരുമാന സമീപനം, അതുപോലെ തന്നെ വെൽഫെയർ അപ്രോച്ച് ക്ഷേമ സമീപനം, മിനിമം ബേസിക് അപ്രോച്ച് അടിസ്ഥാന ആവശ്യ സമീപനം, ഓക്കെ അല്ലേ. പിന്നെന്തായിരുന്നു കേപ്പബിലിറ്റി അപ്രോച്ചും. അപ്പോൾ ഇത് 4 നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ 4th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്നത് കേട്ടോ, അതായത് ഒന്നെന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ 4 പില്ലാർസ്, ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ 4 അപ്രോച്ചുകളും, അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം, ഓക്കെ അല്ലേ. യെസ്. ഇനി നമുക്ക് നോക്കേണ്ടത് 5ാമത്തെ ചാപ്റ്ററാണ്. 5th ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈമറി ആക്ടിവിറ്റീസാണ്, പ്രാഥമിക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. പ്രാഥമിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ അഗ്രികൾച്ചറൽ അലൈഡ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് 5th ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഭാഗം കൂടി ഏതാണ്, ഈ പറയുന്ന പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യാറുണ്ട്, ഓൺ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഭാഗമെന്ന് പറയുന്നത്, ഒന്ന് എന്താണ് നൊമാഡിക് ഹെർഡിങ്. അതായത് നൊമാഡിക് ഹെർഡിങ് എന്ന് പറയുമ്പം നാടോടി ഇടയ ജീവിതമാണ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ട്രാൻസ് ഹ്യൂമൻസ്. ആരാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്നും അവരെന്താണ് ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലുള്ള ഭാഗം. അതുപോലെ തന്നെ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്, അതായത് എന്താണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രാചീന ഉപജീവന കൃഷി. ഇതിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഓക്കെ അല്ലേ, സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ച് വെക്കേണ്ട, ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട മറ്റൊരു ഹോട്ട് ടോപ്പിക് ആണെന്ത്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ദാറ്റ് മീൻസ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണെന്ത്, പ്ലാന്റേഷൻ അഗ്രികൾച്ചർ, ഓക്കെ അല്ലേ. യൂറോപ്പിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കൃഷി രീതിയാണെന്ത്, പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. ദാറ്റ് മീൻസ് തോട്ടവിള കൃഷി. അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇത് പഠിച്ചോ നിങ്ങൾക്ക് എന്തായിരിക്കും, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊന്നാണെന്തെന്ന് അറിയാം, മെഡിറ്ററേനിയൻ അഗ്രികൾച്ചറും അതുപോലെ തന്നെ മൈനിങ്ങും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, മൈനിങ്. നമ്മൾ മൈനിങ് എന്ന് പറയുമ്പോൾ സർഫേസ് മൈനിങ്ങും ഉണ്ട്, അണ്ടർഗ്രൗണ്ട് മൈനിങ്ങും ഉണ്ട്. അപ്പോൾ 2 രീതിയിലുള്ള മൈനിങ്ങുകളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എന്താണ് മൈനിങ്, ആ മൈനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സും ഉണ്ട്, അതും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 2 ടൈപ്സ് മൈനിങ് ഉണ്ട്, ഖനന പ്രവർത്തനങ്ങൾ. ഒന്നെന്തായിരുന്നു, ഈ പറയുന്ന നമ്മളുടെ സർഫേസ് മൈനിങ്ങും, രണ്ടെന്തായിരുന്നു, ഈ ഒരു അണ്ടർഗ്രൗണ്ട് മൈനിങ്ങും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് 5th ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട 4 ടോപ്പിക്സ്, ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം, പാർട്ട് 2 ബുക്കിലേക്ക്. പാർട്ട് 2 ബുക്ക് എന്തായിരുന്നു, ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കണോമി എന്ന് പറയുന്ന ബുക്കായിരുന്നു. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത്, അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ, ഈ ബുക്കിൽ നമ്മൾ ഇന്ത്യയെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഇന്ത്യയുടെ എന്താണ് എക്കണോമിയും, ഇന്ത്യയുടെ എന്താണ് പീപ്പിളിനെ കുറിച്ചും ഇന്ത്യയുടെ എക്കണോമിയെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു, പോപ്പുലേഷൻ അല്ലേ. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷനാണ്, ഓക്കെ അല്ലേ. നമ്മൾ ഹ്യൂമൻ ജോഗ്രഫിയിൽ പോപ്പുലേഷനെ കുറിച്ച് പഠിച്ചിരുന്നത്, അത് വേൾഡ് പോപ്പുലേഷൻ്റെ കാര്യങ്ങളാണ് പഠിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യയുടെ പോപ്പുലേഷനാണ് പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഒരു ഷോർട്ടേജ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണെന്ന് അറിയാം, 4 phases ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പോപ്പുലേഷൻ ഗ്രോത്തിന് 4 ഫേസുകളുണ്ട്. 1900 മുതൽ 1921 വരെ, 21 മുതൽ 51 വരെ, അങ്ങനെ 4 ഫേസുകളുണ്ട്. ആ 4 ഫേസുകളിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വെക്കണം, ഓക്കെ അല്ലേ. അതുപോലെ തന്നെ മറ്റൊന്നാണെന്ന് പറയും, വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഇന്ത്യയിലെ അഡോളസൻസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചുകൾ. ഇന്ത്യയിലെ എന്താണ് ഈ പറയുന്ന കൗമാരക്കാരി അല്ലെങ്കിൽ അഡോളസെൻ്റ് ഏജിലുള്ള കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ചലഞ്ചുകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരോ ചലഞ്ചുകളും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം മക്കളെ, ഓക്കെ അല്ലേ. അതുപോലെ തന്നെ നാഷണൽ യൂത്ത് പോളിസിയുടെ എയിംസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക് ക്ലാസിഫിക്കേഷൻ, അതായത് ഭാഷാപരമായ വർഗീകരണം, ഓക്കെ അല്ലേ. ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഏത്, 2ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഏതെന്നൊക്കെ എന്ത് ചെയ്യുക, 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ, അതായത് ഇന്ത്യ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി, ഗ്രോത്ത് ആൻഡ് കമ്പോസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഒന്ന്, പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ 4 phases പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഡോളസൻസ് ഇൻ ഇന്ത്യയിലെ അഡോളസൻസ് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നാഷണൽ യൂത്ത് പോളിസിയുടെ എയിംസ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഭാഷാപരമായ വർഗീകരണവും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു,
ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് അല്ലേ, മനുഷ്യവാസ സ്ഥലങ്ങൾ, ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരുന്നത് കൂടുതലാണ്. മനുഷ്യവാസ സ്ഥലങ്ങൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതായത് റൂറൽ സെറ്റിൽമെൻറ്റ്സും അർബൻ സെറ്റിൽമെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്, ഗ്രാമീണ വാസസ്ഥലങ്ങളും നഗരവാസ സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അവിടുന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഒരു താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അർബൻ സെറ്റിൽമെൻറ്റ്സിൻ്റെയും റൂറൽ സെറ്റിൽമെൻറ്റ്സിൻ്റെയും ഡിഫറൻസസ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സിലെ നമ്മൾ പഠിച്ചതാണ്. ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ്സ്, സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെൻറ്റ്സ്, അതുപോലെ തന്നെ ഹാംലെറ്റ്സ്, അതുപോലെ തന്നെ വേറെന്തായിരുന്നു ഈ പറയുന്ന ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ്സും. ഓക്കെ അല്ലേ? കേന്ദ്രീകൃത വാസസ്ഥലങ്ങളും അർദ്ധ കേന്ദ്രീകൃത വാസസ്ഥലങ്ങളും വിസരിത വാസസ്ഥലങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അവിടുന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്, ഈ പറയുന്ന ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ്. നെക്സ്റ്റ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ടൗൺസ് അല്ലേ, ഇന്ത്യയിലെ ടൗണുകളുടെ പരിണാമം. അപ്പോൾ പരിണാമത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ടൗണുകൾ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും: ഏൻഷ്യൻ ടൗൺസ്, മിഡീവൽ ടൗൺസ്, മോഡേൺ ടൗൺസ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് മാപ്പിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് ഈ പറയുന്ന ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ് ഉണ്ടല്ലോ, എഡ്യൂക്കേഷണൽ ടൗൺസ്, അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺസ്, അതുപോലെ തന്നെ ഈ പറയുന്ന മൈനിങ് ടൗൺസ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഡസ്ട്രിയൽ ടൗൺസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടൗണിൻ്റെ പേര് തന്നിട്ട് അത് മാപ്പിൽ അടയാളപ്പെടുത്താൻ എന്ത് ചെയ്യാറുണ്ട്, ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് മാപ്പിൽ നിന്ന് ഒരു മാർക്കിനും ക്വസ്റ്റ്യൻസ് വരാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് 4 കാര്യങ്ങളാണ്. റൂറൽ സെറ്റിൽമെൻറ്റ്സും അർബൻ സെറ്റിൽമെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ്, ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ വിവിധ രൂപങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നഗരങ്ങളുടെ വർഗീകരണം. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെന്തായിരുന്നു ലാസ്റ്റ് വണ്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൗൺസ്. ഓക്കെ അല്ലേ? അതായത് ഫങ്ഷനെ അടിസ്ഥാനമാക്കി, സേവനത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ ടൗണുകളെ വിവിധ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത ചാപ്റ്ററാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ, ഭൂവിഭവങ്ങളും കൃഷിയും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതിന്ന് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് എന്താണെന്നറിയോ, മാപ്പാണ്. നമുക്ക് ഈ ഒരു എക്സാമിന്, ഓണം എക്സാമിന് ടോട്ടലായിട്ട് 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 60 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ 4 മാർക്ക് എന്തായിരിക്കും, മാപ്പായിരിക്കും. ഓക്കെ അല്ലേ? ഈ 4 മാർക്ക് മാപ്പിൻ്റെ ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാർട്ട് 2 ഇല്ലേ, നമുക്ക് 2 ബുക്ക് ഉണ്ട്, പാർട്ട് 2, പാർട്ട് 1. പാർട്ട് 2 എന്ന് പറയുന്നത് ഇന്ത്യ, പീപ്പിൾ ആൻഡ് എക്കണോമി എന്ന് പറയുന്ന ബുക്കാണ്. ഈ ബുക്കിൽ നിന്നാണ് മാപ്പിന് കൂടുതൽ ചോദ്യങ്ങൾ വരിക. ഈ ബുക്കിൽ നിന്നാണ് എന്ത് ചെയ്യുക, പാർട്ട് 2 ബുക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ചോദ്യങ്ങളും വരുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ് വരിക. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് വരും, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരും, ഒക്കെ എന്ത് ചെയ്യും, വരാറുണ്ട്. സോ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ക്രോപ്പിംഗ് സീസൺസ്, ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ അല്ലേ, ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 കാർഷിക കാലങ്ങൾ ഇന്ത്യയിലുണ്ട്. ആ കാർഷിക കാലങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി വെക്കണം, പഠിച്ചിരിക്കണം. ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഇറിഗേഷനും അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ഇറിഗേഷനും എന്ത് ചെയ്യുക, തമ്മിലുള്ള വ്യത്യാസം. പ്രൊട്ടക്റ്റീവ് ഇറിഗേഷൻ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതായത് സംരക്ഷിത ജലസേചന കൃഷിയും ഉൽപാദക ജലസേചന കൃഷിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഇന്ത്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പ്രോബ്ലംസ് ഓഫ് ദ ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇന്ത്യൻ കാർഷിക രംഗം നേരിടുന്ന വെല്ലുവിളികൾ. അത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യൻ കാർഷിക രംഗം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആ വെല്ലുവിളികളെ കുറിച്ച് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി ഗ്രീൻ റവല്യൂഷൻ, എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്നും ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും മക്കളെ എന്തിൽ പഠിക്കാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മൾ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഭാഗങ്ങളിൽ നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ മണിക്കൂറുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഭാഗങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ അല്ലേ? യെസ്. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. സീ യു അഗൈൻ.